heat transfer subject il ninnoru question aanu vandirikkunnathu. Nokke, it is desired to increase the heat dissipation rate from the surface of an electronic device of spherical shape of 5 mm radius exposed to a convection with heat transfer coefficient of 10 watt per meter square Kelvin by engaging it with an insulating material of thermal conductivity 0.04 watt per meter Kelvin. For maximum heat flow, the diameter should be. അപ്പോൾ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റ് നമുക്ക് കേരള വാട്ടർ അതോറിറ്റി AE സിലബസിലെ ഹീറ്റ് ട്രാൻസ്ഫറിലെ കണ്ടക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ. ഹായ്, വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ കേരള വാട്ടർ അതോറിറ്റി AE എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. സോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈസ് ഓർ ഫോൾ ഓഫ് ഹെഡ് എച്ച് ഇൻ എ കാപ്പിലറി ട്യൂബ് ഓഫ് ഡയമീറ്റർ D ആൻഡ് ലിക്വിഡ് ഓഫ് സർഫസ് ടെൻഷൻ T ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി W ഈസ്. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് സിവിൽ സ്ട്രീമിലും അതേപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രീമിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. നമുക്ക് നല്ല വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ ആ സബ്ജക്റ്റിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്, വിസ്കോസിറ്റി പഠിക്കുന്നുണ്ട്, സർഫസ് ടെൻഷൻ പഠിക്കുന്നുണ്ട്, ക്യാപ്പിലാരിറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനയെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനയെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്യാപ്പിലറി റൈസും പഠിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ക്യാപ്പിലറി ഡിപ്രഷനും പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ പഠിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? H is equal to 4 sigma cos theta divided by rho GD അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ ആണോ? സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈസ് ഓർ ഫോൾ ഓഫ് ഹെഡ് എച്ച് ഇൻ എ ക്യാപ്പിലറി ട്യൂബ് ഓഫ് ഡയമീറ്റർ D ആൻഡ് സർഫസ് ടെൻഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തായിട്ടാണ്? T ആണ്. ആൻഡ് സ്പെസിഫിക് വെയിറ്റ് W. എന്താണ് ഈ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ. വെയിറ്റും വോളിയവും തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് എന്താണ്? mg ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, മാസ് ബൈ വോളിയം എന്താണ്? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്പെസിഫിക് വെയിറ്റിനെ എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം? റോ ജി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. സ്പെസിഫിക് വെയിറ്റ് ഷുഡ് ബി ഈക്വൽ ടു റോ ജി, വേർ റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ജി ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷനിൽ ഇവിടെ റോജി കിടപ്പില്ലേ, ഇതിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? W സ്പെസിഫിക് വെയിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? H is equal to 4 സിഗ്മ, ഇവിടെ എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? T അല്ലേ. സോ 4T cos തീറ്റ ഡിവൈഡഡ് ബൈ റോജിയെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? W ഇൻറ്റു D. സോ നമുക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ആണ്. ഇവിടെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. സോ ടേക്ക് ഇറ്റ് ആസ് 0 ഡിഗ്രി അല്ലേ. അപ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1 ആണ്. cos 0 എന്താണ്? 1 ആണ്. സോ ഇക്വേഷൻ എന്ത് കിട്ടും? H is equal to 4T divided by WD അല്ലേ. H is equal to 4T divided by WD. സോ ഓപ്ഷൻ A is the correct answer. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ഒന്നുകിൽ ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കാം, അതർവൈസ് നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു റിലേഷനാണ്. നോക്കേ, ഈ ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്യൂബിൻ്റെ ഡയമീറ്റർ അല്ലേ. ഇതിനെങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇത് ഒരുപാട് തവണ കേരള PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ട്യൂബിൻ്റെ ഡയമീറ്ററിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. സോ നമുക്ക് റിലേഷൻ എങ്ങനെ മേക്ക് ചെയ്യാം? H1 D1 ഷുഡ് ബി
ഈക്വൽ ടു H2D2. ഈ ഒരു കാര്യവും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് തന്നെ പോവുക. മേ ബി ക്വസ്റ്റ്യൻ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റും ഒന്ന് നോട്ട് ചെയ്തേക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ക്യാപിലറി റൈസ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ആ ഒരു ഫോർമുല കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നോക്കേ, ഇറ്റ് ഈസ് ഡിസൈഡ് ടു ഇൻക്രീസ് ദ ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഓഫ് സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് 5 mm റേഡിയസ് exposed to a convection with heat transfer coefficient of 10 watt per meter square Kelvin by engaging it with an insulating material of thermal conductivity 0.04 watt per meter Kelvin. For maximum heat flow, the diameter should be. അപ്പോൾ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റ് നമ്മൾ കേരള വാട്ടർ അതോറിറ്റി AE സിലബസിൽ ഹീറ്റ് ട്രാൻസ്ഫറിലെ കണ്ടക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ. അപ്പോൾ ഈ കൺസെപ്റ്റിൽ നമ്മൾ സിലിണ്ടറിൻ്റെ കേസും സ്ഫിയറിൻ്റെ കേസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പാണ് പറയുന്നുണ്ട്. അതിൻ്റെ റേഡിയസ് എന്താണ് തന്നിരിക്കുന്നത്, റേഡിയസ് 5 mm റേഡിയസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓൾറെഡി പറയുന്നുണ്ട് 10 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ഫെറിക്കൽ ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻഗേജ് ചെയ്യുന്നു. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എത്ര തന്നിരിക്കുന്നത്, 0.04 വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഓക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ മാക്സിമം ഹീറ്റ് ഫ്ലോ ദ ഡയമീറ്റർ. അപ്പോൾ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ആ ഡയമീറ്റർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. എന്താണ് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ, മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ആ പർട്ടിക്കുലർ റേഡിയസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം റെസിസ്റ്റൻസ് ആയിരിക്കും. ആ പർട്ടിക്കുലർ റേഡിയസിൽ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും അല്ലേ. അപ്പോൾ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, അതിൻ്റെ ക്രിട്ടിക്കൽ റേഡിയസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ആ പർട്ടിക്കുലർ സെൻട്രൽ നിന്ന് ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമലി 2 ഇക്വേഷൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർ സിലിണ്ടറിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, K/H. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എടുക്കേണ്ട K എന്ന് പറയുന്നത് എന്തിൻ്റെ K ആയിരിക്കണം, ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കണം നമ്മളിവിടെ എടുക്കേണ്ടത്. അത് നോട്ട് ചെയ്യണം. ക്ലിയർ ആണോ? അടുത്തത് സ്ഫിയർ ആണെങ്കിലോ, ഫോർ സ്ഫിയറിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് 2K/H, where K is the thermal conductivity of the insulating material and H should be the heat transfer coefficient. അപ്പോൾ ഈ 2 ഇക്വേഷൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ ഫോർ സിലിണ്ടർ ആൻഡ് സ്ഫിയർ. നമുക്ക് മനസ്സിലായി. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, സ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, ക്രിട്ടിക്കൽ റേഡിയസ് ഇസ് ഈക്വൽ ടു 2K/H. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, 0.04 ഡിവൈഡഡ് ബൈ H എത്രയാണ്, 10. ഓക്കെ ആണല്ലോ. സോ ആൻസർ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2 into 0.04, 0.08 divided by 10, which is equal to 0.008 meter, which should be equal to നമുക്ക് എന്തെന്ന് എഴുതാം, 8 mm. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്രിട്ടിക്കൽ റേഡിയസ് എത്രയാണ്, 8 mm. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുക, നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് അല്ല, ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കുക, ക്രിട്ടിക്കൽ റേഡിയസ് അല്ല നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, 2 times റേഡിയസ്. അതായത് ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ എത്ര വരും, 2 into 8, which is equal to 16 mm. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ ആ ബിഹൈൻഡിലുള്ള തിയറി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഗ്രാഫ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ദെൻ സ്ഫിയറിൻ്റെയും സിലിണ്ടറിൻ്റെയും ഇക്വേഷൻസ് പഠിക്കുക. അത് ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹീറ്റ് കണ്ടക്ഷൻ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു.
ഹീറ്റ് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഓപ്ഷൻ എ ഫോറിയർ ലോ, ഓപ്ഷൻ ബി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഓപ്ഷൻ സി സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, ഓപ്ഷൻ ഡി ഫിക്സ് ലോ. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറട്ടിക്കൽ ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ മെയിൻലി 3 മോഡുകളിലാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിക്കുന്നത് എന്ത്? കണ്ടക്ഷൻ്റെ ഗവേണിംഗ് ലോ നമുക്കറിയാം എന്താണ്? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. കൺവെക്ഷൻ രണ്ടാമത്തെ മോഡാണ് എന്ത്? കൺവെക്ഷൻ അല്ലേ? കൺവെക്ഷൻ്റെ ഗവേണിംഗ് ലോ ഏതാണ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. കൺവെക്ഷൻ്റെ ഗവേണിംഗ് ലോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. മൂന്നാമത്തെ ഹീറ്റ് ട്രാൻസ്ഫർ മോഡ് ഏതാണ്? റേഡിയേഷൻ അല്ലേ? റേഡിയേഷൻ്റെ ഗവേണിംഗ് ലോ ഏതാണ്? സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഗവേണിംഗ് ലോ ഏതാണെന്നുള്ളതാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ Q = KA ഇൻറ്റു dt ഡിവൈഡഡ് ബൈ dx. ഇതാണ് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ. അതേപോലെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മോഡിൻ്റെ ഗവേണിംഗ് ലോ ആണ്. ഇക്വേഷൻ എന്താണ്? Q = H × A × Ts - T infinity അല്ലേ? വേർ H ഇസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ്, എ സർഫസ് ഏരിയ, TS എന്താണ്? ബോഡി ടെമ്പറേച്ചർ, ആൻഡ് T infinity ഇസ് ദ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ അല്ലേ? സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ എന്താണ്? mc power is given by the equation sigma × A × T⁴, where T is the അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും എന്തിനാണ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. പക്ഷേ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക. കണ്ടക്ഷനും കൺവെക്ഷനും ഹീറ്റ് ട്രാൻസ്ഫർ ടെമ്പറേച്ചർ ഡിഫറൻസിനാണ് പ്രൊപ്പോർഷണൽ എങ്കിൽ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പറയുന്നത് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ 4th പവറിനാണ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. സോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് അക്കോർഡിംഗ് ടു ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ക്ലിയർ ആണല്ലോ? സോ ക്വസ്റ്റൻ നമ്പർ 4. Okay, a thin flat plate is hanging freely in air at 27 degrees Celsius. Solar radiation falls in one of its sides at a rate of 500 watt per meter square. For maintaining the temperature of plate constant at 32 degrees Celsius, the value of heat transfer coefficient is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവെക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ KW സിലബസിൽ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3 രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. 1 കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. അതിനുശേഷം സിലബസിൽ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൺവെക്ഷനും റേഡിയേഷനും നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ പറ്റിയും അതേപോലെ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയുടെ ഇക്വേഷനെ പറ്റിയുള്ള ബേസിക് കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചിട്ട് തന്നെ പോകുന്നത് നല്ലതാണ്. കാരണം ആ ബേസിക് ഇക്വേഷൻ, നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാമല്ലേ? അതേപോലെ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, റേഡിയേഷൻ്റെ ബേസിക് ഇക്വേഷൻ. അപ്പോൾ ആ ബേസിക് ഇക്വേഷനെ വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ മേ ബി ചോദിക്കാം. ബിക്കോസ് സിലബസിൽ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെയോ അല്ലെങ്കിൽ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയെ ബേസ് ചെയ്തുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് പഠിച്ചു പോകുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. സോ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കേ, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എന്ത് ചെയ്യുക? എയറിൽ ഹാങ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും ആ പ്ലേറ്റിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലോട്ട് നടക്കുന്ന ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏത് മോഡായിരിക്കും? ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു കൺവെക്ഷൻ അല്ലേ? കൺവെക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ പ്ലേറ്റ് ഇരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? പ്ലേറ്റിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ഓൾറെഡി പറയുന്നുണ്ട്. എത്രയാണ് പ്ലേറ്റ് ഇരിക്കുന്ന ടെമ്പറേച്ചർ? എത്രയാണ് പ്ലേറ്റ് ഇരിക്കുന്ന ടെമ്പറേച്ചർ? എത്രയാണ്? 32 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. പ്ലേറ്റ് ഇരിക്കുന്ന ടെമ്പറേച്ചർ 32. എയറിൻ്റെ ടെമ്പറേച്ചർ, അതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 27 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോളാർ റേഡിയേഷൻ ഫോൾസ് ഓൺ ഇറ്റ് സൈഡ്സ് അറ്റ് എ റേറ്റ് ഓഫ്, അപ്പോൾ അവിടെ നടക്കുന്ന റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 500 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. യൂണിറ്റ് ശ്രദ്ധിക്കുക, നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് തന്നിരിക്കുന്ന വാട്ട് പെർ മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ തന്നിരിക്കുന്നത് Q ഡിവൈഡഡ് ബൈ A ആണ്. 1 മീറ്റർ സ്ക്വയറിലുള്ളതാണ് തന്നിരിക്കുന്നത്. സോ ഗിവൺ ഡേറ്റ തന്നിരിക്കുന്നത് Q/A ആണ്. സോ 500 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റെ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് നടക്കുന്നത്. കൺവെക്ഷൻ എന്താണ്? ഗവേണിംഗ് ലോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്താ ഇക്വേഷൻ?
Q is equal to H into A into Ts minus T infinity. ക്ലിയർ അല്ലേടാ? സോ ഈ ഏരിയ നമുക്ക് ഇനി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. എന്ത് കിട്ടും? Q/A is equal to H into Ts minus T infinity. Q/A നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 500 ആണ്. H ഇൻറ്റു Ts എത്രയാ? 32 മൈനസ് T ഇൻഫിനിറ്റി എത്രയാണ്? 27. സോ H ഇസ് ഈക്വൽ ടു എന്ത് കിട്ടൂടെ? 500 ഡിവൈഡഡ് ബൈ 32 മൈനസ് 27 5 ആണ്. സോ 500/5 ആൻസർ എന്ത് കിട്ടും? 100 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷനെയൊക്കെ ബേസ് ചെയ്ത് മേ ബി ഡയറക്റ്റ് ആ ഇക്വേഷൻ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്ന കൺവെൻഷൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകേണ്ട, അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും ആ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോകുന്നത് ബെറ്ററാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റൻ നമ്പർ For a fully developed flow of water in a pipe having diameter 10 cm, velocity 0.1 meter per second and kinematic viscosity 10⁵ meter square per second, the value of Darcy friction factor is. നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൽ നിന്ന് ഫ്ലോ ത്രൂ പൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റാണ്. കുറച്ചും ലോസസുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലേ? നമ്മുടെ മേജർ ലോസ് പഠിക്കുന്നുണ്ട്, മൈനർ ലോസ് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ മേജർ ലോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫാക്ടർ മൂലമാണ് മേജറായിട്ട് ഹെഡ് ലോസ് സംഭവിക്കുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇക്വേഷനാണ് എന്ത്? ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ അല്ലേ? നമുക്കറിയാം ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് FL_V² ഡിവൈഡഡ് ബൈ 2GD. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഇക്വേഷനാണ് അല്ലേ? HF = FL_V² ഡിവൈഡ് ബൈ 2GD. ഇവിടെ എഫിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രിക്ഷൻ ഫാക്ടർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രിക്ഷൻ ഫാക്ടർ എഫ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഫുള്ളി ഡെവലപ്ഡ് ഫ്ലോ ആണ്. ഇപ്പോൾ ഒരു പൈപ്പിലൂടെ നടക്കുകയാണ്. പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്? 10 cm. വെലോസിറ്റി തന്നിട്ടുണ്ട് എത്രയാണ്? 0.1 meter per second. ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാണ്? കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് എത്രയാണ്? 10⁻⁻5 meter square per second. കണ്ടുപിടിക്കേണ്ടത് ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റിലേഷൻ പഠിക്കുന്നുണ്ട് ഫുള്ളി ഡെവലപ്ഡ് ഫ്ലോയുടെ കേസിൽ. ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 64 ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രിക്ഷൻ ഫാക്ടർ ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 64 ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാതെ? ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ρ(VD) ഡിവൈഡഡ് ബൈ മ്യൂ അല്ലെങ്കിൽ VD ഡിവൈഡഡ് ബൈ ന്യൂ അല്ലേ? ഇത് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. ഇതെന്താണ്? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ്. സോ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? VD ബൈ ന്യൂ അപ്ലൈ ചെയ്യാം അല്ലേ? വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 0.1. ഡയമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 10 cm ആണ്. 10 cm എന്ന് പറഞ്ഞാൽ നമുക്ക് 0.1 meter എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാണ്? 10⁻⁻5 അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ 10⁻⁻5 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 10⁻5 ഇവിടെ ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1000 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ നമുക്ക് എത്ര കിട്ടി? 1000. സോ ഫ്രിക്ഷൻ ഫാക്ടർ F is equal to 64 ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ വിച്ച് is equal to 1000. സോ ആൻസർ നമുക്ക് എത്ര കിട്ടും? 0.064. ഓപ്ഷൻ എ. ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ഇക്വേഷനാണ്. ഈ ഒരു റിലേഷൻ നമ്മൾ അറിയണം. ഫ്രിക്ഷൻ ഫാക്ടറും റെയ്നോൾഡ്സ് നമ്പറും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഫ്രിക്ഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു 64 ബൈ റെയ്നോൾഡ്സ് നമ്പർ ആണ്. ദെൻ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ബേസിക് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ? ഇൻ ടേംസ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റിയും പഠിക്കുന്നതാണ്, ഇൻ ടേംസ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. അപ്പോൾ ഗിവൺ ഡേറ്റ നോക്കുക. കൈനമാറ്റിക് വിസ്കോസിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ കൊടുത്ത് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ അവർ മെയിൻ ഇക്വേഷൻ F is equal to 64 ബൈ റെയ്നോൾഡ്സ് നമ്പർ. ഒരുപാട് നമ്മുടെ കേരള PSC ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ മാനോമീറ്റർ ബെറ്റർ ലിക്വിഡ് കോമ്പിനേഷൻ ഈസ് വൺ ഹാവിംഗ് ഓപ്ഷൻ എ ഹൈ സർഫസ് ടെൻഷൻ, ഓപ്ഷൻ ബി ലോ സർഫസ് ടെൻഷൻ, ഓപ്ഷൻ സി സർഫസ് ടെൻഷൻ ഈസ് നോട്ട് എ ക്രൈറ്റീരിയ, ഓപ്ഷൻ ഡി ലോ ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ബെറ്റർ കോമ്പിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം മാനോമീറ്ററിൽ നമ്മൾ നോർമലി മെർക്കുറി യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയുള്ള ലിക്വിഡാണ് നമ്മൾ മാനോമീറ്ററിൽ നോർമലി പ്രിഫർ ചെയ്യുന്നത്? നോക്കുക. ഒന്ന്
ലോ സർഫസ് ടെൻഷൻ നമ്മൾ പ്രിഫർ ചെയ്യും. ലോ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണ്. രണ്ടാമത് നമ്മൾ മാനോമെട്രിക് യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ഉള്ള ലിക്വിഡാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, ലോ സർഫസ് ടെൻഷൻ. ഇനി എന്തുകൊണ്ട് നമ്മൾ ലോ സർഫസ് ടെൻഷൻ പ്രിഫർ ചെയ്യുന്നു? നമ്മളെല്ലാവരും ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിന പഠിച്ചിട്ടുണ്ട്. എന്താണ്? H is equal to 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ഡി. ഇത് നമ്മൾ പഠിച്ചേക്കുന്ന എക്സ്പ്രഷൻ അല്ലേ, ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷന്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ക്യാപ്പിലറി റൈസ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, സർഫസ് ടെൻഷൻ ഹൈ ഉള്ള ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? അവിടെ ക്യാപ്പിലറി എഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ട്യൂബിലൂടെ ലിക്വിഡ് റൈസ് ചെയ്യുന്ന സമയത്ത് ആ ക്യാപ്പിലാരിറ്റി മൂലം സർഫസ് ടെൻഷൻ ഹൈ ആയിട്ടുള്ള ഫ്ലൂയിഡ് യൂസ് ചെയ്താൽ ക്യാപ്പിലാരിറ്റി മൂലമുള്ള ആ ക്യാപ്പിലറി റൈസിൻ്റെ എഫക്റ്റ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പ്രഷർ മെഷർ ചെയ്യാൻ, നോർമലി നമ്മൾ പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? P is equal to റോ ജി എച്ച് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ എച്ച് മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പോയിന്റിലെ പ്രഷറിനെ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഹൈ സർഫസ് ടെൻഷനുള്ള ലിക്വിഡ് യൂസ് ചെയ്താൽ ക്യാപ്പിലാരിറ്റി മൂലമുള്ള റൈസ് കൂടുതലായതുകൊണ്ട് എക്സാക്റ്റ് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോ സർഫസ് ടെൻഷനുള്ള ലിക്വിഡാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലോ സർഫസ് ടെൻഷനുള്ള ലിക്വിഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ക്യാപ്പിലാരിറ്റി എഫക്റ്റ് കുറവായിരിക്കും. സോ നമുക്ക് എക്സാക്റ്റ് പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ലോ സർഫസ് ടെൻഷനുള്ള ലിക്വിഡ് മാനോമീറ്ററിൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ. ലോ സർഫസ് ടെൻഷനും ഹൈ ഡെൻസിറ്റിയുമുള്ള ലിക്വിഡുകളാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ വാക്വം ഗേജ് ഫിക്സഡ് ഓൺ എ സ്റ്റീം കണ്ടൻസർ റീഡ്സ് 80 kPa. The barometer indicates 1.013 bar. The absolute pressure in terms of mercury head is. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ, വാക്വം ഗേജ് ഫിക്സ്ഡ് ഓൺ എ സ്റ്റീം കണ്ടൻസർ. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? വാക്വം പ്രഷറാണ് തന്നിരിക്കുന്നത് അല്ലേ. വാക്വം പ്രഷർ എത്രയാണ് തന്നിരിക്കുന്നത്? 80 kPa. ബാരോമീറ്റർ ഇൻഡിക്കേറ്റ്സ് 1.013 ബാർ. ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏത് പ്രഷറാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് തന്നിരിക്കുന്നത് 1.013 ബാർ. നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഏത് പ്രഷറാണ്? അബ്സല്യൂട്ട് പ്രഷർ. വി നീഡ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് അബ്സല്യൂട്ട് പ്രഷർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് എന്താണ്? വാക്വം പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് വാക്വം പ്രഷർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത്. ഇനി ഗേജ് പ്രഷർ ആണെങ്കിൽ നമ്മൾ ചെയ്യും അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ എന്ന് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ വാക്വം പ്രഷറാണ് തന്നിരിക്കുന്നത്. സോ അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് രണ്ടും 2 യൂണിറ്റിലാണ് കിടക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിരിക്കുന്നത് ബാറിലാണ്, വാക്വം പ്രഷർ തന്നിരിക്കുന്നത് എന്തിലാണ്? കിലോ പാസ്കലാണ്. അപ്പോൾ നമുക്ക് ഒരേ യൂണിറ്റിലോട്ട് മാറ്റാം. നമുക്കറിയാം ഒരു ബാർ എന്ന് പറഞ്ഞാൽ 10⁻²2 kPa. അപ്പോൾ എത്ര വരും ഇവിടെ? 101.3 kPa. ഓക്കെ ആണോ? സോ 101.3 മൈനസ് വാക്വം പ്രഷർ എത്രയാ? 80. സോ ആൻസർ നമുക്ക് എത്ര കിട്ടും? 21.3 kPa നമുക്ക് എന്ത് കിട്ടുന്നത്? അബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ അബ്സല്യൂട്ട് പ്രഷർ എന്തിലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഇൻ ടേംസ് ഓഫ് മെർക്കുറി ഹെഡ്. മെർക്കുറിയുടെ ഹെഡിലാണ് നമ്മളെടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ 21.3 kPa എന്ന് കിട്ടിയല്ലേ. പിയുടെ ബേസിക് ഇക്വേഷൻ എന്താ? P is equal to റോ ജി എച്ച്. ഓക്കെ, അപ്പോൾ ഈ പി നമുക്ക് കിട്ടി 21.3. സോ 21.3 ഇൻറ്റു 10⁻³ എങ്കിലല്ലേ നമുക്ക് പാസ്കലിലോട്ടാവുള്ളൂ, ഈക്വൽ ടു റോ ജി എച്ച്. അപ്പോൾ എച്ച് എന്താണ് കിട്ടുന്നത്? 21.3 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ എന്താണ്? റോ ജി. നമുക്കിവിടെ ഏതാ ഫ്ലൂയിഡ്? മെർക്കുറിയാണ്. സോ മെർക്കുറിയുടെ ഡെൻസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം 13600 ഇൻറ്റു ജിയുടെ വാല്യൂ എന്താണ്? 9.81. ടേക്ക് ഇറ്റ് ആസ് എന്ത്? ടേക്ക് ഇറ്റ് ആസ് 10 ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്ന ആൻസർ? 21.3 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 13,600 ഇൻറ്റു 10. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 0.160 മീറ്റർ എന്ന് കിട്ടും അല്ലേ. 0.160 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തെടുക്കാം? 160 mm. സോ 160 mm ഓഫ് മെർക്കുറി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ?
ക്ലിയർ അല്ലേ? സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കാം. അതർവൈസ് പ്രഷർ ഹെഡിൻ്റെ ടേമിലും ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ P = ρg h എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. എച്ച് എന്ത് കിട്ടും? P/ρg എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ ടേമിൽ കിട്ടും? ഇൻ ടേംസ് ഓഫ് മെർക്കുറി ഹെഡിൻ്റെ ടേമിൽ നമുക്ക് പ്രഷർ മെഷർ ചെയ്യാം. മേ ബി ക്വസ്റ്റ്യൻ അങ്ങനെയും കയറി വരാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് 21.3 kPa വരുന്ന രീതിയിലും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. എങ്കിൽ തന്നെയും ഈ രണ്ടാമത്തെ കണക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മേ ബി ക്വസ്റ്റ്യൻ ആ ഒരു ലെവലിലോട്ട് പോയാലും നമ്മൾ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗേറ്റിംഗ് റേഷ്യോ റെഫേഴ്സ് ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഗേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ. നമ്മുടെ ഗേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഐഡിയൽ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു റേഷ്യോ ആണ് ഗേറ്റിംഗ് റേഷ്യോ. ഏതൊക്കെ തമ്മിലുള്ള ഗേറ്റിംഗ് റേഷ്യോ നമുക്കറിയാം. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്പ്രൂ ഏരിയ ഈസ് ടു റണ്ണർ ഏരിയ ഈസ് ടു ഇൻഗേറ്റ് ഏരിയ. ഈ ഏരിയയാണ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. സ്പ്രൂ ഏരിയ നമുക്കറിയാം, സ്പ്രൂ ദെൻ റണ്ണർ ദെൻ എന്താണ്? ഇൻഗേറ്റ്. നമ്മുടെ മൗൾഡ് ക്യാവിറ്റിയിലോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ സ്പ്രൂ ഏരിയ ഈസ് ടു, ഇതാണ് സ്പ്രൂ, റണ്ണർ ഏരിയ ഈസ് ടു ഇൻഗേറ്റ് ഏരിയ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ഗേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റം, നോൺ പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ റേഷ്യോ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റത്തിൽ ഗേറ്റിംഗ് റേഷ്യോ എങ്ങനെയാണ്, നോൺ പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രഷർ റേഷ്യോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി തന്നെ പോവുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ സെഷൻ. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് റിമൈനിങ് ക്വസ്റ്റ്യൻസുകൾ, മെക്കാനിക്കൽ നിന്നുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വൺസ് അഗെയിൻ താങ്ക് യു ടു ഓൾ ആൻഡ് ടേക്ക് കെയർ.